മൂന്നാമത്തെ ചാപ്റ്ററായ കമ്പ്യൂട്ടർ ഭാഷ അഥവാ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കിയാലോ. ചാപ്റ്റർ 3 കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഈ ഒരു ചാപ്റ്ററിൽ പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഒരു തുടർച്ചയും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പൈത്തൺ പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ഒരു പാഠഭാഗം കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ചിത്രം തന്നിട്ടാണ്. അതായത് ലുക്ക് അറ്റ് ഫിഗർ 3.1. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ഇൻ സന്ദീപ്സ് റുട്ടീൻ ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇഫ് ഹോളിഡേ, സന്ദീപിൻ്റെ റുട്ടീനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ഹോളിഡേ, വേക്കിംഗ് അപ്പ് 7 AM, fresh up, play, sleep. Else waking up 6 AM, fresh up, school, study, back home, play, sleep. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോളിഡേയ്സിലുള്ള റുട്ടീനും നോർമൽ ഡേയ്സിലുള്ള റുട്ടീനും എന്തുണ്ട്, വ്യത്യാസമുണ്ടല്ലേ. നമ്മളായാലും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ അതായത് നോർമൽ ഡേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ഇത്ര ടൈമിന് എണീക്കും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യും, പ്രാർത്ഥിക്കും, പിന്നെ എന്താ പറയുക, അമ്പലത്തിൽ പോകുന്നവരാണ് അമ്പലത്തിൽ പോവും, മദ്രസയിൽ പോകുന്നവരാണ് മദ്രസയിൽ പോവും, പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ പോവും. ശേഷം വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, നമ്മൾ സ്കൂളിൽ പോവും അല്ലേ. ചിലവരാണെങ്കിൽ ആദ്യം ട്യൂഷന് പോവും, പിന്നെ സ്കൂളിൽ പോവും. അങ്ങനെ ഒരു റുട്ടീനാണ് നമ്മൾ നോർമൽ ഡേയ്സിലൊക്കെ സ്ഥിരം ഉണ്ടാവും. പക്ഷെ ഹോളിഡേ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന നമ്മളാണെങ്കിൽ നമ്മളൊരു 7 മണിയൊക്കെ ആവില്ല എഴുന്നേൽക്കാൻ അല്ലേ. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഹോളിഡേയ്സിൽ നമ്മുടെ ഒരു ഷെഡ്യൂളിലായാലും ഉണ്ടാവും. Sandeep's daily schedule is based on the habits, suggestion and knowledge he gained from various sources. പരിചയിച്ച ശീലങ്ങളുടെയും ലഭിച്ച നിർദ്ദേശങ്ങളുടെയും നേടിയ അറിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സന്ദീപിൻ്റെ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. Aren't we the same? നമ്മളും ഇതുപോലൊക്കെ തന്നെ അല്ലേ. The knowledge and habit gained from experience and studies along with the advice or instruction we receive from others led us. അല്ലേ, അനുഭവങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും നേടിയ അറിവുകളും ശീലങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മളെയും ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. Don't you know that computers also worked based on the instruction given to them and the knowledge they gain from those instructions? അല്ലേ, കമ്പ്യൂട്ടറും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, നൽകപ്പെട്ട നിർദ്ദേശങ്ങളും അതിലൂടെ നേടിയെടുത്ത അറിവുകളും കൊണ്ടാണ് ആരും വർക്ക് ചെയ്യുന്നത്, കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നത്. ഹൗ ഡു കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻ വി ഗീവ് ദം? എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാവുന്നത്? എ കമ്പ്യൂട്ടർ ഇസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ലൈക്ക് എനി ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ ഓൺലി നോ ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ് അല്ലേ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. മറ്റ് ഡിവൈസുകളെ പോലെ തന്നെ മറ്റു ഉപകരണങ്ങളെ പോലെ തന്നെ ഓൺ ഓഫ് എന്ന അവസ്ഥ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടറിനും മനസ്സിലാവുള്ളൂ. ഇൻസ്ട്രക്ഷൻ ആർ ഗിവൻ ടു കമ്പ്യൂട്ടേഴ്സ് ത്രൂ ബൈനറി ലാംഗ്വേജ് കോഡ് that only use the symbol 0 and 1 to represent on and off state. അല്ലേ, ഓൺ ആൻഡ് ഓഫ് എന്നീ അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന 0, 1 എന്നീ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ബൈനറി ഭാഷയിലുള്ള കോഡുകളിലൂടെയാണ് കമ്പ്യൂട്ടറുകൾക്ക് എന്ത് ചെയ്യേണ്ടത്, നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയാണ് എന്ത്, ഈ ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ ലാംഗ്വേജ് ദാറ്റ് യൂസസ് ഓൺലി ഓൺ ആൻഡ് ഓഫ് ഇസ് കോൾഡ് എ ബൈനറി ലാംഗ്വേജ്. ഓൺ ഓഫ് എന്നീ സങ്കേതങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഭാഷയെ ബൈനറി ഭാഷ എന്നാണ് പറയാറ്. ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. These states are denoted as high, low or 1 or 0 or true and false. അല്ലേ, ഈ അവസ്ഥകളെ ഹൈ, ലോ അല്ലെങ്കിൽ 1, 0 അല്ലെങ്കിൽ ട്രൂ, ഫോൾസ് എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. But we don't know binary language. Then how can we give instruction to computer in binary language? നമുക്ക് ബൈനറി ലാംഗ്വേജ് അറിയോ, ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് നിർദ്ദേശം നൽകുക? Imagine you have a friend who only speaks Bengali and you don't know the language. How would you communicate with them? അല്ലേ, നമ്മുടെ ഒരു ഫ്രണ്ടിന് ബംഗാളി
മാത്രമേ അറിയുള്ളൂ, ബംഗാളി മാത്രമേ ആ ഫ്രണ്ട് സ്പീക്ക് ചെയ്യുള്ളൂ. നമ്മൾ എങ്ങനെയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? എ മ്യൂച്വൽ ഫ്രണ്ട് ഹു അണ്ടർസ്റ്റാൻഡ് ബോത്ത് ബംഗാളി ആൻഡ് മലയാളം കുഡ് ഹെൽപ്പ് യു ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്. അല്ലേ, ഒരു മ്യൂച്വൽ ഫ്രണ്ട്, അതായത് ബംഗാളി മലയാളം അറിയാവുന്ന ഒരു ഫ്രണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. In this way, our computers have programs that can translate instruction given in a language into binary language. These are known as high-level languages and translator program. ഇത് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നൽകിയ നിർദ്ദേശങ്ങളെ ബൈനറി ഭാഷയിലേക്ക് മൊഴിമാറ്റാൻ കഴിയുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. ഹൈ ലെവൽ ഭാഷകൾ എന്നും ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളും എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുന്ന അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ എന്താക്കിയിട്ട് മാറ്റും? ബൈനറി ലാംഗ്വേജിലോട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് പറയുന്നതാണ് എന്ത്? ഹൈ ലെവൽ ഭാഷകൾ എന്നും ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളും എന്നും ഇവ അറിയപ്പെടുന്നു. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി നൽകിയ നിർദ്ദേശങ്ങളെ ബൈനറി ഭാഷയിലേക്ക് മൊഴിമാറ്റാൻ കഴിയുന്ന പ്രോഗ്രാമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ്. ഓക്കെ, ഇവിടെ 2 ടൈപ്പ് ട്രാൻസ്ലേറ്റർ ആണുള്ളത്, ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ് ആണുള്ളത്. ഒന്ന് കമ്പൈലറും രണ്ടാമത്തേത് ഇൻ്റർപ്രറ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കമ്പൈലർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇൻ്റർപ്രറ്റേഴ്സ്. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വയ്ക്കാം. Computers with the help of translator program understand and act according to the high level language instruction that we give. ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളുടെ സഹായത്തോടെ നമുക്ക് മനസ്സിലാവുന്ന ഹൈ ലെവൽ ഭാഷയിൽ എഴുതിയ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞു 2 ടൈപ്പ് ട്രാൻസ്ലേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് കമ്പൈലറും രണ്ടാമത്തേത് എന്താണ്? ഇൻ്റർപ്രറ്റേഴ്സും. അപ്പം നമുക്കൊന്ന് എന്താണ് കമ്പൈലർ, എന്താണ് ഇൻ്റർപ്രറ്റേഴ്സ് എന്ന് നോക്കാം. Compilers are translators that completely convert instruction into binary language and compile them into a separate file. Okay, compilers എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും ബൈനറി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഒരു പ്രത്യേക ഫയലാക്കി നൽകുന്നവയാണ് കമ്പൈലറുകൾ. ഓക്കെ, നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും, അതായത് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടും ബൈനറി ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ഫയലാക്കി നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കമ്പൈലേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, ഇൻ്റർപ്രറ്റേഴ്സ് പ്രോസസ് ആൻഡ് എക്സിക്യൂട്ട് ഈച്ച് ലൈൻ ഓഫ് എ കോഡ് വൺ അറ്റ് എ ടൈം ഡ്യൂറിങ് എക്സിക്യൂഷൻ. നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രം ഓരോ വരിയും മൊഴിമാറ്റം ചെയ്ത് നൽകുന്നവയാണ് ഇൻ്റർപ്രറ്ററുകൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കുക. തിയറി ക്വസ്റ്റ്യൻ നമുക്ക് വെരി ഷോർട്ട് ആൻസറൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ബൈനറി ഫയൽസ് ക്രിയേറ്റഡ് ബൈ കമ്പൈലേഴ്സ് ഡു നോട്ട് റിക്വയർ ദ ഒറിജിനൽ ഹൈ ലെവൽ ലാംഗ്വേജ് കോഡ് ടു റൺ ലേറ്റർ. കമ്പൈലറുകൾ നൽകുന്ന ബൈനറി ഫയലുകൾ, അതായത് എക്സിക്യൂട്ടബിൾ ഫയലുകൾ പിന്നീട് പ്രവർത്തിക്കുന്നതിന് അവയുടെ ഹൈ ലെവൽ ഭാഷയിൽ എഴുതിയ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല. അതായത് അതിൻ്റെ സോഴ്സ് കോഡ്, ഹൈ ലെവൽ കോഡ്, ലാംഗ്വേജ് കോഡ് പിന്നീട് ആവശ്യമില്ല. However, when using interpreters, the source code must be present on the computer to execute the program. പക്ഷേ ഇൻ്റർപ്രറ്ററുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ സോഴ്സ് കോഡ് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ ആവശ്യമാണ്. High-level programming languages such as C, C++, Java use compilers to convert and run program. ഇവിടെ high-level പ്രോഗ്രാമിംഗ് ഭാഷകളായ C, C++, ജാവ എന്തുപയോഗിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബൈനറി ഭാഷയിലോട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ C, C++, ജാവ മുതലായ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകൾ കമ്പൈലർ ഉപയോഗിച്ചാണ് ബൈനറിയിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത്. പൈത്തൺ ഓൺ ദ അതർ ഹാൻഡ് ഇസ് എൻ ഇൻ്റർപ്രറ്റർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റർപ്രറ്റർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓരോ വരിയും വായിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്
നമുക്ക് ഓരോ വരിയിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി have you noticed the daily routine of Sandeep's given the beginning of the lesson? അല്ലേ, നമ്മൾ സന്ദീപിൻ്റെ ഡെയിലി റുട്ടീന് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ തുടക്കത്തിൽ നോക്കി. സന്ദീപ് ഈസ് വർക്കിംഗ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ റിസീവ്ഡ് 1 by 1 ഫോർ ഈച്ച് ഡേ. ഓരോ ദിവസത്തിനും അനുസരിച്ച് ലഭിച്ച നിർദ്ദേശങ്ങൾ ഓരോന്നായി ചെയ്തു വരികയാണ് ആര് ചെയ്യുന്നത്? സന്ദീപ് ചെയ്യുന്നത്. സിമിലർലി കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി ഗിവൺ പ്രിസൈസ് ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം ആൻഡ് ദസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രോബ്ലം ഡിറ്റർമിങ് ആൻഡ് സോൾവിങ്. ഇതുപോലെ ഓരോ പ്രശ്നം പരിഹരിക്കാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് നൽകി ഇവയെ പ്രശ്ന നിർദ്ധാരണത്തിനായി ഉപയോഗിക്കാം. ഇത്തരത്തിൽ കമ്പ്യൂട്ടറിൽ in this way it is said that programming is giving the necessary instruction to computer to do a specific work or task. ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകൾക്ക് നിശ്ചിത ജോലി അഥവാ ടാസ്ക് ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നു. ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. Programming is giving the necessary instruction to computers to do a specific work. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വയ്ക്കാം, ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ കമ്പ്യൂട്ടർ need to be given instruction to prepare a program to calculate the age of a person. ഒരു വ്യക്തിയുടെ പ്രായം കണക്കാക്കുന്നതിനുള്ള പ്രോഗ്രാം തയ്യാറാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് നൽകണമെന്നിരിക്കട്ടെ. What are the information needed to determine someone's age? എന്തൊക്കെ നിർദ്ദേശങ്ങൾ, വിവരങ്ങൾ ലഭിച്ചാലാണ് അല്ലേ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പ്രായം കണ്ടെത്താൻ കഴിയുക? എന്തൊക്കെ നിർദ്ദേശങ്ങൾ വേണ്ടിവരും? ആ ഒരു വ്യക്തി ജനിച്ച വർഷം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് ഇയർ അല്ലേ. നമ്മളൊരു വ്യക്തിയുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഏജ് ഈക്വൽ ടു കറണ്ട് ഇയർ മൈനസ് ബോൺ ഇയർ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ സ്റ്റെപ്പായിട്ടൊന്ന് എഴുതി നോക്കിയേ. എങ്ങനെ എഴുതുക? കറണ്ട് ഇയർ ഈക്വൽ ടു 2025, ബർത്ത് ഇയർ ഈക്വൽ ടു 2011 അല്ലേ. ഏജ് നമ്മൾ എങ്ങനെ കാണുക? കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ. ഡിസ്പ്ലേ ദ ഏജ് ഓൺ ദി കമ്പ്യൂട്ടർ. The process of writing the step for solving a problem in a specific order is called what? Algorithm. ഇതുപോലെ നമ്മൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അൽഗോരിതം. ഓക്കെ, ഇത്തരത്തിൽ പ്രശ്ന പരിഹാരത്തിലുള്ള ഘട്ടങ്ങൾ ക്രമത്തിൽ എഴുതുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അൽഗോരിതം. ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത് ലെറ്റ്സ് പ്രിപ്പയർ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് എ പേഴ്സൺ അക്കോർഡിംഗ് ടു ദ എബവ് ഗിവൻ സ്റ്റെപ്പ്. ഇവിടെ ഈ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ഒരു ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ലെ, മെനി ലാംഗ്വേജസ് ആർ അവൈലബിൾ ടുഡേ ഫോർ ഡെവലപ്പിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇന്ന് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവരെന്താണ്? ജാവ, C++, പൈത്തൺ, റൂബി, PHP ആൻഡ് മെനി അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ കറൻ്റ്ലി അവൈലബിൾ ഫോർ പ്രോഗ്രാമിംഗ്. ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വെരി ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കും. ഇവിടെ നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ത്? പൈത്തൺ. ഓക്കെ, എന്താണ് പൈത്തൺ? എന്താണ് പൈത്തൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. പൈത്തൺ ഈസ് എ സ്യൂട്ടബിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ എവ്രി വൺ ഫ്രം young beginners exploring program to expert working on advanced concept like robotics and data science. പൈത്തൺ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈവൻ ബിഗിനേഴ്സിന് തുടങ്ങി ഹൈ ലെവൽ ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ത്? പൈത്തൺ എന്ന് പറയുന്നത്. ഇറ്റ് സിമ്പിൾ സിൻടാക്സ് മേക്ക് ഇറ്റ് ഈസി ടു ലേൺ ആൻഡ് യൂസ്. അതായത് ഇതിൻ്റെ സിമ്പിൾ സിൻടാക്സ് ആണ് ഇതിൻ്റെ, അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ടുള്ള സിൻടാക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പഠിക്കാനും ഉപയോഗിക്കാനും ഒക്കെ എന്താണ്? എളുപ്പമാണ്.
The Python language was developed in 1990 by Guido van Rossum, a computer engineer from the Netherlands. ഈ പൈത്തൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് 1990 ഗൈഡോ വാൻ റോസം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം നെതർലാൻഡിലെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത വർഷം നോക്കുക, വ്യക്തി നോക്കുക. കാരണം ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ ചോദിച്ചിട്ട് വരെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൈത്തൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. കാരണം ഇതിങ്ങനെ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ചിലപ്പോൾ ലോഗോ കാണിച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പൈത്തൺ ഈസ് എൻ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൈത്തണിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിൽ പൈത്തൺ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. അത് ഡെവലപ്പ് ചെയ്ത വ്യക്തി, ഇയർ, അദ്ദേഹം നെതർലാൻഡുകാരനാണ്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ പൈത്തൻ്റെ ലോഗോ ഒക്കെ നമ്മൾ നോക്കി. ഇനി നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറാക്കാം. ലെറ്റ്സ് മേക്ക് എ പൈത്തൺ പ്രോഗ്രാം. നമ്മൾ ഓൾറെഡി നമുക്കൊരു ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ദിസ് വി ഹാവ് ടു യൂസ് എ ടെക്സ്റ്റ് എഡിറ്റർ ആപ്ലിക്കേഷൻ ഓൺ അവർ കമ്പ്യൂട്ടർ. നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. Then a Python interpreter is required to translate the prepared program into ബൈനറി ലാംഗ്വേജ്. ഓക്കെ, തയ്യാറാക്കിയ പ്രോഗ്രാം ബൈനറി ഭാഷയിലേക്ക് മൊഴി മാറ്റുന്നതിന് പൈത്തൺ ഭാഷയുടെ ഒരു ഇൻ്റർപ്രറ്ററും എന്താണ്, അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നത്, ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ടു സെർച്ച് എന്നുള്ളിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ആദ്യത്തെ 2 ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ കാണിക്കും. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബർത്ത് ഇയർ ഈക്വൽ 2011, current year equal 2025, age equal current year minus birth year, print your age is. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പൈത്തണിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും നമുക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ പൈത്തണിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിരിക്കണം. ചെറിയൊരു കുത്തിടാൻ മറന്നാലോ അല്ലെങ്കിൽ ഒരു കോമ ഇടാൻ മറന്നാലോ നമുക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് 10 സ്റ്റുഡൻസ് വർക്ക് 10 എന്ന് പറഞ്ഞ ഫോൾഡർ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അൺടൈറ്റിൽ ഡോക്യുമെൻ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ സേവ് ചെയ്യേണ്ടത് find_age.py എന്ന ഫയൽ നെയിമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഓക്കെ, ഈ .py എന്താന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം ഫയൽസ് റിട്ടൺ ഇൻ പൈത്തൺ ഷുഡ് ഹാവ് ദ എക്സ്റ്റൻഷൻ .py ആഡഡ് ടു ദയർ
ഫയൽ നെയിം. പൈത്തൺ ഭാഷയിൽ എഴുതിയ പ്രോഗ്രാം ഫയലുകൾക്ക് .py എന്ന എക്സ്റ്റൻഷൻ ആണ് ഫയൽ നാമത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാറ്, ചേർക്കേണ്ടത്. For example, the age finder program can be saved as findage.py. നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് എന്താണ്, .py. അതായത് നമ്മൾ പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടത് .py എന്നാണ്. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വെക്കണം. തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ .py മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്കിവിടെ സേവ് ചെയ്യേണ്ടത് find underscore age.py. ഓക്കെ, find underscore age.py നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നെയിം എന്നുള്ളടത്ത് കൊടുത്തു, സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു പൈത്തൺ ഫയൽ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സേവ് ചെയ്ത് വെച്ച ഫോൾഡറിലോട്ട് പോകണം. എവിടെയാണ്, ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 10. എന്നിട്ട് ഇവിടെ ബ്ലാങ്ക് സ്പേസിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓപ്പൺ ഇൻ ടെർമിനൽ. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പൈത്തൺ 3. ഓക്കെ, ഈ ഒരു കമാൻഡ് കൊടുക്കണം, പൈത്തൺ 3 സ്പേസ്. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടത് എന്താണോ നമ്മുടെ ഫയൽ നെയിം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് പേരിലാണോ സേവ് ചെയ്തിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കണം, സ്മോൾ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കണം. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫയൽ നെയിം കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ യുവർ ഏജ് ഈസ് 14 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലേ. യുവർ ഏജ് ഈസ് എന്ന് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഗണിതക്രിയ ലഭിച്ച വിലയാണ് ഏജിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. എന്താണ്, അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഒരു പ്രോഗ്രാമും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ടെക്സ്റ്റ് എഡിറ്റർ എടുത്തു. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലെങ്ത് ഈക്വൽ ടു 35, ബ്രെഡ്ത്ത് ഈക്വൽ ടു 65, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു breadth. Then print area of rectangle is area. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ട ഫോൾഡർ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നെയിം എന്നുള്ളടത്ത് ഞാൻ കൊടുക്കുന്നത് find area.py എന്നാണ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തു. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ, വീണ്ടും ഞാൻ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 10 നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ബ്ലാങ്ക് സ്പേസിൽ പോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുത്തു. എന്നിട്ട് ഇവിടെ പൈത്തൺ 3 സ്പേസ് നമ്മുടെ ഫയൽ നെയിം find underscore area.py കൊടുത്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു എറർ കാണിക്കുന്നുണ്ട് അല്ലേ, ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ, നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാം. ഇവിടെ നമുക്ക് കോമയാണ് വേണ്ടത്, അതിൻ്റെ പകരം സിംഗിൾ അപ്പർസ്ട്രോഫിയാണ് എന്ത് ചെയ്തത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോമ കൊടുത്തു, സേവ് കൊടുത്തു. എന്നിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്യാണ്. വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുത്തു, പൈത്തൺ 3 സ്പേസ് find
ഏരിയ ഡോട്ട് പി വൈ കൊടുത്തു. അപ്പോൾ ഇവിടെ കിട്ടി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഏരിയ ആ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയിട്ട് ഇൻറ്റു ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയൊരു മിസ്റ്റേക്കാണ് ആ ഒരു പ്രോഗ്രാമിൽ വന്നത് അല്ലേ. നമ്മൾ കോമ ഇടുന്നോർത്ത് എന്ത് കൊടുത്തു, സിംഗിൾ അപ്പോസ്ട്രോഫി കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയോ? ഇല്ല. ഓക്കെ, പൈത്തൺ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയൊരു കോമ അല്ലെങ്കിൽ ഒരു കുത്ത് അല്ലെങ്കിൽ ചെറിയൊരു കാര്യം നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യണം. ഇനി അഥവാ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, വായിച്ച് നോക്കിയിട്ട് എവിടെയാണോ എറർ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പം ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ ഇത് ജസ്റ്റ് എന്ത് ചെയ്ത് ഓപ്പൺ വിത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുക ചെയ്തത്. എന്നിട്ട് മാറ്റം വരുത്തിയിട്ട് സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാം. അപ്പം ഞാനിതിനെ ക്ലോസ് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലേ ഈ രണ്ട് ഇപ്പോൾ നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ ഏരിയ കാണുന്ന പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി. ഇനി ഇവിടെ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. Just like in mathematics, variables can also be used in computer പ്രോഗ്രാംസ് അല്ലേ. നമ്മുടെ മാത്സിലുള്ള പോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിലും നമ്മൾ എന്തുപയോഗിക്കാം, വേരിയബിൾസ് അഥവാ ചരങ്ങൾ ഉപയോഗിക്കാം. They are used to temporarily store data required for the program to run. ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ഡാറ്റ താൽക്കാലികമായി ശേഖരിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ സങ്കേതം ഉപയോഗിക്കുന്നത്. When using variables in a program, their name should start with a letter and must not include special character except underscore. അതായത് പ്രോഗ്രാമിൽ ചരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് നൽകുന്ന പേര് അക്ഷരങ്ങളിലാണ് തുടങ്ങേണ്ടത്. ഈ പേരിൽ അണ്ടർസ്കോർ ഒഴികെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറും എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ബർത്ത് ഇയർ അല്ലേ, ഇതൊരു വേരിയബിൾ ആണ്. ഇവിടെ എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അണ്ടർസ്കോർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. തുടങ്ങിയത് എന്ത് വെച്ചിട്ടാണ്, ആൽഫബറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് അണ്ടർസ്കോർ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാനും പാടുള്ളൂ. എന്ത് വെച്ചിട്ട് തുടങ്ങണം, ആൽഫബറ്റ് അതായത് ലെറ്റേഴ്സ് വെച്ചിട്ട് തുടങ്ങണം. ദ term data type indicates what type of data each variable contain. ഓക്കെ, ഓരോ വേരിയബിളിനും ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഉൾക്കൊള്ളുന്നത് എന്നതിനെ ഡാറ്റ ടൈപ്പ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ ഓഫ് ഡാറ്റ ടൈപ്സ് ഇൻക്ലൂഡ് ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ട്, സ്ട്രിങ്സ്, ഇമേജസ്, ഓഡിയോസ്, ഡേറ്റ് ആൻഡ് ടൈം. ഇത് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇൻറ്റീജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ഇമേജ്, ഓഡിയോ, ഡേറ്റ്, ടൈം എന്നിവ വിവിധ ഡാറ്റ ടൈപ്പുകളാണ്. However, in Python, you don't need to specify the data type when creating variables. എന്നാൽ പൈത്തൺ ഭാഷയിൽ വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് വേരിയബിൾസ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലോട്ട് വരാം. When the program was run to calculate age, we got the output based on the year we entered in the program. അല്ലേ, പ്രായം കണക്കാക്കുന്നതിനുള്ള പ്രോഗ്രാം പ്രവർത്തിച്ചപ്പോൾ നാം നൽകിയ വർഷങ്ങൾക്കനുസരിച്ചാണ് എന്ത് വന്നത്, പ്രായം ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിച്ചത്. എനിവൺ റണ്ണിങ് ദിസ് പ്രോഗ്രാം അറ്റ് എനി ടൈം വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് 14 ഇയർ. അല്ലേ, ആര് ഈ പ്രോഗ്രാം റൺ ചെയ്താലും ഏത് സമയത്ത് റൺ ചെയ്താലും എന്ത് ഔട്ട്പുട്ട് കിട്ടുള്ളൂ, 14 ഇയേഴ്സ് എന്നുള്ള ഔട്ട്പുട്ട് തന്നെയാണ് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഷുഡ് ബി ഡൺ ടു കൺവേർട്ട് ദിസ് ടു എ പ്രോഗ്രാം ദാറ്റ് ഡിസ്പ്ലേ ദ ഏജ് ഓഫ് എനി പേഴ്സൺ ഹൂ റൺ ദ പ്രോഗ്രാം. ഓക്കെ, ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്, ഇതിന് പകരം പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്ന ആളുടെ വയസ്സ് പ്രദർശിപ്പിക്കുന്ന പൈത്തൺ പ്രോഗ്രാം ആക്കി മാറ്റാൻ എന്താണ് ഇത് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻപുട്ട് ദ കറന്റ് ഇയർ ആൻഡ് ബർത്ത് ഇയർ ടു ദ പ്രോഗ്രാം while running the program, it can be used any time to calculate anyone's age right. ഇവിടെ എന്താ പറയുന്നത്, അതായത്
പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നിലവിലെ വർഷവും ജനന വർഷവും പ്രോഗ്രാമിലേക്ക് നൽകാൻ സാധിച്ചാലോ അപ്പോൾ ഇത് ഏത് കാലത്തും ഏതൊരാളെ പ്രായം കണക്കാക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ, നമ്മൾ ഈ ചെയ്തു വെച്ച പ്രോഗ്രാമിനെ നമ്മൾ ആ ഒരു രീതിയിലോട്ട് എന്ത് ചെയ്യാൻ പോവാണ്, മാറ്റാൻ പോവാണ്. ലെറ്റ്സ് സീ ഹൗ ദിസ് പ്രോഗ്രാം ക്യാൻ ബി മോഡിഫൈഡ് ബൈ giving name, birth year and current year of any person as input while running the program. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബർത്ത് ഇയർ ഈക്വൽ ടു 2011 എന്നുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ബർത്ത് ഇയർ ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ യുവർ ഇയർ ഓഫ് ബർത്ത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതിയിട്ട് നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയാലോ. നമുക്കൊന്ന് ടെക്സ്റ്റ് എഡിറ്റർ തുറന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ തുറന്നു. എന്നിട്ട് ഈ ഒരു പ്രോഗ്രാം മാറ്റി എഴുതിയത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിക്ക്, കറണ്ട് ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിക്ക്, അതുപോലെ തന്നെ നമ്മുടെ ആളെ ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിക്കുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കേണ്ടത്. അതായത് നമ്മളെ മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്ന് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് ടൈം വേണമെങ്കിലും ഈ പ്രോഗ്രാം എടുത്ത് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഇതിനെ മാറ്റാൻ. ആദ്യം നെയിം ഈക്വൽ ഇൻപുട്ട് what is your name. ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം current year equal input enter current year. Then birth year equal input enter birth year. Age equal current year minus birth year. Print name, comma, your age is age. Okay, ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ എന്ത് ചെയ്തു, സേവ് ചെയ്ത് കൊടുക്കുക. എവിടെ സേവ് ചെയ്യുക, ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നെയിം എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഫൈൻഡ് age 2.py എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്യാണ്. വീണ്ടും ഹോമിൽ പോയി ഇവിടെ സ്റ്റുഡൻസ് വർക്ക് 10 എടുത്തു. ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുത്തു. അതിൽ പൈത്തൺ 3 സ്പേസ് ഫൈൻഡ് age 2.py കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പേര് കൊടുത്തു, കറണ്ട് ഇയർ കൊടുത്തു, അതുപോലെ തന്നെ ബർത്ത് ഇയർ കൊടുത്തു. ഓക്കെ, പക്ഷേ നമുക്കിവിടെ കിട്ടുന്നുണ്ടോ, അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, ഇല്ല അല്ലേ. ഇവിടെ എറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ, എറർ എന്ന് പറഞ്ഞിട്ട്, ടൈപ്പ് എറർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നുണ്ടാവുക, നമുക്ക് നോക്കാം.
ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ മാറ്റി എഴുതിയിട്ട് നമ്മളോട് ചോദിക്കേണ്ടത് ഡിഡ് യു ഗെറ്റ് ദ ഔട്ട്പുട്ട് വെൻ മെയ്ഡ് ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രാം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടാത്തത്? This problem arises because mathematical operation are not possible with the input we have given. അല്ലേ, നാം നൽകിയ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഗണിത ക്രിയകൾ എന്ത് ചെയ്യില്ല, സാധ്യമാവാത്തതിലാണ് ഈ പ്രശ്നം എന്ത് ചെയ്തത് ഉണ്ടായത്. ഡിഫറൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓൺലി ഇഫ് ദ ഡാറ്റ ഒബ്റ്റെയിൻഡ് ആസ് ഇൻപുട്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു നമ്പേഴ്സ്. ലഭിച്ച വിവരങ്ങൾ സംഖ്യയിലേക്ക് മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവയുടെ വ്യത്യാസം കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും, നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുത്തു അല്ലേ. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഡാറ്റ അക്ഷര രൂപത്തിൽ മാത്രമാണ് എന്തുള്ളത് എടുക്കുന്നത്. ഓക്കെ, അതിനെ മറ്റേ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ ഇൻറ്റീജർ ഇതിലോട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്തത് ഇൻപുട്ട് ഫംഗ്ഷനാണ്. അത് ഏത് രൂപത്തിലാണ്, ഡാറ്റ അക്ഷര രൂപത്തിൽ മാത്രമാണ് ഈ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടില്ല, ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓൺലി ഇഫ് ദ ഡാറ്റ ഒബ്റ്റെയിൻഡ് ആസ് ഇൻപുട്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു നമ്പേഴ്സ്. ലഭിച്ച വിവരങ്ങൾ സംഖ്യകളിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ അവയുടെ വ്യത്യാസം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇൻ പൈത്തൺ ഡാറ്റ ഒബ്റ്റെയിൻഡ് using the input function is in a text format also known as string. പൈത്തണിലെ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ലഭിക്കുന്ന ഡാറ്റ എന്തായിരിക്കും, എപ്പോഴും അക്ഷര രൂപത്തിലുള്ളതായിരിക്കും. ഓക്കെ, സ്ട്രിങ് എന്നാണ് അതിന് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് എന്താണ്, അക്ഷര രൂപത്തിലുള്ളതാണോ? അല്ല, നമുക്ക് വേണ്ടത് മറ്റേ നമ്പേഴ്സ് ആണ് അല്ലേ. Okay, information like a person, name or address is typically made up of alphabetical characters, while details such as year of birth, height or weight are represented as numbers. ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്സ് മുതലായ വിവരങ്ങൾ അക്ഷരങ്ങൾ ലെറ്റേഴ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഇയർ ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയിറ്റ് എന്നീ വിവരങ്ങൾ എന്തിലായിരിക്കും ഉണ്ടാവുക, നമ്പേഴ്സ് അക്കങ്ങളിലായിരിക്കും ഉണ്ടാവുക. Mathematical operations like addition, subtraction, multiplication and division cannot be performed on text. Okay, ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് പറഞ്ഞു ടെക്സ്റ്റ് ഫോർമാറ്റിലാണ്, നമ്മൾ അതിനെ സ്ട്രിങ് എന്നും കൂടി പറയും. ഇവിടെ ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയ അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷൻ ഇതൊന്നും ഈ ടെക്സ്റ്റ് ഇതിൽ എന്ത് ചെയ്യില്ല, പെർഫോം ചെയ്യാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല. Therefore, the number in text format must be converted into numeric format for calculation. അതായത് ഈ ടെക്സ്റ്റ് ഫോർമാറ്റിനെ എന്താക്കണം, ന്യൂമറിക് ഫോർമാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ the function int can be used to convert data available in string form to integer ഫോം. അതായത് സ്ട്രിങ് രൂപത്തിൽ ലഭ്യമായ വിവരങ്ങൾ ഇൻറ്റീജർ രൂപത്തിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റ് എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഉപയോഗിക്കും. ഓക്കെ, ഇവിടെ ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഈ ടെക്സ്റ്റ് ഫോർമാറ്റിൽ എന്ത് ചെയ്യില്ല, വർക്കാവില്ല. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വർക്കാവില്ല. അതിനെ നമ്മൾ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, ടെക്സ്റ്റ് ഫോർമാറ്റിനെ ന്യൂമറിക് ഫോർമാറ്റ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്, ഇൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും മാർക്ക് ചെയ്ത് വയ്ക്കാം, തിയറി ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതിയാലോ, നമ്മൾ ചെയ്ത ഈ ഒരു പ്രോഗ്രാം ഇതുപോലെ നമുക്കൊന്ന് ചെയ്തിട്ട് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 10 നമ്മൾ സേവ് ചെയ്താൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം findage2.py എന്നുള്ളത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഏജ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ഈ കറൻറ്റ് ഇയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിലിടുക. അതുപോലെ തന്നെ ഇവിടെ ഈ ബർത്ത് ഇയറിൻ്റെ അവിടെയും നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കൊടുത്തു. ബർത്ത് ഇയറിനെ നമ്മൾ എന്ത് ചെയ്തു,
ബ്രാക്കറ്റിലിട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റം വരുത്തിയത് ഈ ഒരു 4th ലൈനിലാണ്. ഏജ് ഈക്വൽ ടു ഇൻ കറൻറ്റ് ഇയർ മൈനസ് ഇൻ ബർത്ത് ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സേവ് ബട്ടണിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുത്തു. ഇവിടെ പൈത്തൺ 3 സ്പേസ് ഫൈൻഡ് _ age 2.py എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് വന്നു. അവിടെ നമ്മൾ പേര് കൊടുത്തു, കറൻറ്റ് ഇയർ കൊടുത്തു, അതുപോലെ തന്നെ ബർത്ത് ഇയർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഏജ്, ഓക്കെ, ഞാൻ കൊടുത്ത ഒരു പേരിൽ നമ്മുടെ പേര് ഇവിടെ വന്നു. യുവർ ഏജ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി അല്ലേ. നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ല അല്ലേ. നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാഞ്ഞത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റീജർ ഫംഗ്ഷൻ ഇൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻപുട്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാഞ്ഞത് എന്നൊക്കെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കറക്റ്റ് അടയാളപ്പെടുത്തി വയ്ക്കുക. നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ് എഡിറ്റർ തുറന്നിട്ട് എങ്ങനെയാണ് പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യാതെ റൺ ചെയ്യിക്കുക എന്നുള്ള ഒരു 3 പ്രോഗ്രാമോളം നമ്മൾ ഏകദേശം ചെയ്തു. ഈ ഒരു ഭാഗം വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.